പരസ്യമായ പ്രചരണം എന്താണെന്ന് ചോദിച്ചാൽ മടവൂരികളുമായി മുജാഹിദ് പ്രസ്ഥാനം ലയിക്കാൻ പോവുകയാണ്. മടവൂരികളുമായി ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ലയിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി രഹസ്യ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഗതി എന്താണെന്ന് അറിയാം, ഇത് മുഴുവൻ പ്രചരിപ്പിക്കുന്നവർ മടവൂരികളാ, അല്ലെങ്കിൽ മടവൂരിച്ചാരന്മാരാണ്. മടവൂരികളോ മടവൂരിച്ചാരന്മാരോ ആണ് ഇത് പരസ്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ? ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല എന്നാരാദ്യം എഴുതിയത്? മടവൂരി. ഏതാ മടവൂരി എഴുതിയത്? കേരളത്തിൽ അറിയപ്പെട്ട ആൾ, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം എഴുതിയത് ആരാ പ്രസിദ്ധീകരിച്ചത്? മടവൂരി. എത്ര ബുക്കിലുണ്ട്? 3 പുസ്തകത്തിൽ. ആ പുസ്തകം വിറ്റുകൊണ്ടിരിക്കുന്ന ആരാ? മടവൂരി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണോ ഈ ചർച്ച കൊണ്ടുവന്നത്? അല്ല. നേരെ മറിച്ച് ഈ ചർച്ച അഥവാ ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് പറയുന്ന വാദം, ആ വാദം കൊണ്ടുവന്നത് മടവൂരിയാണ്. അത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാള് എടുത്തുദ്ധരിച്ചു. അദ്ദേഹം തന്റെ ലേഖനത്തിൽ അത് എടുത്തു കൊടുത്തു. മുജാഹിദുകൾ ഇടപെട്ടു, പറഞ്ഞു ഇത് മടവൂരിസമാണ്, ഇത് നിങ്ങൾ പിൻവലിക്കണം, മാറ്റണം എന്ന് പറഞ്ഞു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഉള്ളാളം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറയാണ്, എന്താ പറഞ്ഞറിയോ? ഞാൻ മടവൂരി എന്ന് പോലും പറയാറില്ല എന്ന്. ഞാൻ മടവൂരി എന്ന് പോലും പറയാറില്ല. കാര്യം അവരിഷ്ടപ്പെടാത്ത പേര്, അവരവർക്ക് നൽകാത്ത പേര് ഞാൻ അവരെ വിളിക്കൂല എന്നാ പറയുന്നത്. എങ്ങനെ? മടവൂരി എന്ന് മടവൂരിനെ മടവൂരികൾ വിളിക്കോ? മടവൂരികൾ വിളിക്കോ? ഇല്ല. അതുകൊണ്ട് അവരിഷ്ടപ്പെടാത്ത പേര് ഞാൻ പറയില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാടുകൾക്കെതിരാ.